ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ പീലിക്കുട്ടി ഇങ്ങനെ ചിരിച്ച് കളിച്ച് എവിടേക്കാണ് പോകണമെന്ന് അറിയോ? ഇന്ന് പീലിക്കുട്ടിക്ക് കുത്തിവെപ്പ് ഉണ്ട് കേട്ടോ, 1.5 വയസ്സിന്. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 2-3 മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ 1.5 വയസ്സ് കഴിഞ്ഞിട്ട്. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, 2 വയസ്സിൻ്റെ മുന്നേ തന്നെ വെച്ചാൽ മതി. അപ്പോൾ എന്തായാലും 2 വയസ്സ് അടുത്ത മാസം ആവും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ മാസം തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ചെറുപ്പശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ പീലിക്കുട്ടിക്ക് ഇവിടെ നിന്നാണ് നമ്മൾ അധികം കുത്തിവെപ്പൊക്കെ എടുക്കാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഹെൽത്ത് സെൻറ്റർ, നമ്മളവിടെ ഹെൽത്ത് സെൻറ്ററിൽ നിന്നാണ് കേട്ടോ എടുക്കാറുള്ളത്. അപ്പോൾ അവിടേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഇവിടേക്ക് വരും. ഇവിടെ പിന്നെ എല്ലാ ആഴ്ചകളിലും ബുധനാഴ്ച ഉണ്ട് കേട്ടോ. അവിടെ പിന്നെ മന്ത്ലി ഒരു തവണ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളോട് വന്നിട്ടുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ പീലിക്കുട്ടിയുടെ വെയിറ്റും ഹൈറ്റൊക്കെ നോക്കണമായിരുന്നു കേട്ടോ. ഈ ഒരു ബുക്ക് നമുക്ക് നമ്മളെ വാർഡിലുള്ള ആശാ വർക്കർ തരുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇത് ഞാൻ പ്രഗ്നൻ്റ് ആകുമ്പോഴാണ് അത് നമുക്കിത് അവർ തരിക. അപ്പോൾ തന്നെ പ്രഗ്നൻ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഡെലിവറിക്ക് പോകുന്ന ടൈമിൽ എടുക്കുന്നത് മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ തിരഞ്ഞിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിൽ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വേറെ ആരൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഡെലിവറിക്ക് പോകുമ്പോൾ. അപ്പോൾ എങ്ങാനും മിസ്സായി പോയി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അത് ഞാൻ എന്തൊക്കെയോ ബുക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ അടുക്കി വെക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് പോയത് പിന്നെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു പുതിയ ബുക്ക് തന്നിരുന്നു കേട്ടോ, പക്ഷെ അത് യൂസ് ആക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോഴേക്കും ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മളങ്ങനെ ഹൈറ്റും വെയിറ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെയിറ്റ് അത്യാവശ്യത്തിനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹൈറ്റും അത്യാവശ്യത്തിനുണ്ട്. പിന്നെ കാണുമ്പോൾ തോന്നും അവൾ ഹൈറ്റും വെയിറ്റും കുറവാണ് എന്നുള്ളത്. പിന്നെ ഞാനും കണ്ണേട്ടനാണെന്നുണ്ടെങ്കിലും നല്ല ഹൈറ്റും വെയിറ്റും എന്നുള്ള ആൾക്കാരല്ല കേട്ടോ. ഞങ്ങളൊക്കെ ഒരു മീഡിയം ഒന്നും പറയാൻ പറ്റില്ല, ചെറിയ മനുഷ്യന്മാരാണ്. ഞങ്ങളങ്ങനെ വലിയ സൈസുള്ളവരല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുട്ടിയും അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ കുട്ടിയാണല്ലോ, അപ്പോൾ അവളും അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലവരൊക്കെ കാണുമ്പോൾ പറയുക, അയ്യോ 2 വയസ്സാവാൻ പോണ കുട്ടിയാണോ, എത്ര ചെറുതാ, ഹൈറ്റില്ല വെയിറ്റില്ല എന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം ഇതാണ്, ഒന്നും കഴിക്കാൻ കൊടുക്കാറില്ല കുട്ടിക്ക്, എന്താ അതിൻ്റെ കോലം ഇങ്ങനെ? അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ അമ്മേ, ഒന്നും പറയാനില്ല ഗൈസ്. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. ചിലരോടൊക്കെ നമുക്ക് അപ്പം തന്നെ മറുപടി പറയാൻ പറ്റും, ചിലരോട് ചിലപ്പോൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. ഒന്നുമില്ലെങ്കിൽ അവരുടെ പ്രായം, സ്ഥാനം, അതൊക്കെ നമ്മൾ ബഹുമാനിക്കണ്ടേ. അങ്ങനത്തെവരോട് ചിരിച്ച് നിൽക്കും. അപ്പോൾ അതൊക്കെയാണ് ഗൈസ് അവസ്ഥ. അപ്പോൾ അതാ പീലിക്കുട്ടിയുടെ കുത്തിവെപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല വലിയൊരു ഇഞ്ചക്ഷൻ ആയിരുന്നു കേട്ടോ. വലിയൊരു ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അങ്ങനെ കുത്തി ഇറക്കില്ലേ കാലുമിക്ക്, അങ്ങനത്തെ ആയിരുന്നു. 1.5 വയസ്സിൻ്റെ എത്ര കടുപ്പാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേസ്. നന്നായിട്ട് പനിയൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ ഊജി വെച്ചോ? കരഞ്ഞോ? ചുണ്ട് കരഞ്ഞോ? ഉണ്ട് കരഞ്ഞോ? ഷൂജി ഇവിടെ വെച്ച് വേദിച്ചോ? വേദിച്ചോ? അയ്യോ, ഇനി എന്ത് ചെയ്യാം? ബാബു പഞ്ഞ, അയ്യോ നമുക്ക് അടി നോക്കണം കേട്ടോ. അടി നോക്കണം കേട്ടോ. അമ്മച്ചൊരു ഉമ്മ തന്നെ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ കുത്തിവെപ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സെൻട്രൽ ബാങ്ക് പോകണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ബാങ്കിന് മുന്നിലൊന്നും നമുക്ക് ബൈക്കൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ തൊട്ട് അപ്പുറത്തൊക്കെയാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ബാങ്കിൻ്റെ അടുത്തേക്ക് നടന്ന് വരികയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം സെൻട്രൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സെൻട്രൽ ബാങ്കിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മളൊരു പുതിയ തീരുമാനം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ കണ്ണേട്ടൻ അതൊക്കെ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണേട്ടൻ്റെ ആവശ്യങ്ങളൊക്കെ തിരക്ക് തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ വേഗം നടക്കുന്നുണ്ടായിരുന്നു.
പീലിക്കുട്ടി പിന്നെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നടത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാലിനാണല്ലോ കുത്തിവെപ്പ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കരുത്, നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാലൊക്കെ ഇളക്കിയിട്ട് നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളിങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്. ഇപ്പോഴൊന്നും വലിയ വേദനയില്ല കേട്ടോ, വയ്ക്കുമ്പോൾ ആ ഒരു വേദന ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ വീട്ടിൽ പോയി എന്തുണ്ടാവുക അതൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും പീലിക്കുട്ടി ഇപ്പോൾ ആക്റ്റീവായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്നെടുത്തൊരു പുതിയ തീരുമാനം എന്നുള്ളത്, അത് വേറെ ഒന്നുമല്ല, പീലിക്കുട്ടിക്ക് ഒരു സേവിങ്സ്, പീലിക്കുട്ടിക്ക് വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് ഒന്നുമില്ലെങ്കിൽ 18 വയസ്സാവുമ്പോഴേക്കും പഠിക്കാനോ അല്ലെങ്കിൽ പിന്നെ 18 വയസ്സിലെന്നല്ല, പിന്നെ ഭാവിയിൽ കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു ഫണ്ട് എന്ന നിലയ്ക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ബാങ്കിൽ വന്നപ്പോഴാണ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സുകന്യ എന്നുള്ളൊരു പദ്ധതി ഉണ്ട് എന്നുള്ളത്. നമ്മൾ പോസ്റ്റ് ഓഫീസിലൊക്കെ കേൾക്കാറുണ്ടല്ലോ, അതുതന്നെയാണ് സംഭവം. അതിപ്പോൾ ബാങ്കുകളിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സെൻട്രൽ ബാങ്കിൽ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പീലിക്കുട്ടിക്ക് കൂടെ അവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മന്ത്ലി നമ്മുടെ കയ്യിലുള്ളത് നമുക്കിങ്ങനെ പേ ചെയ്ത് പോരാം. അങ്ങനെ ഒരു നിശ്ചിത എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. എല്ലാ മന്തും ഇങ്ങനെ നമ്മളെ കയ്യിലുള്ളത് അടച്ച് പോരാമെന്ന് മാത്രം. 18 വർഷം അങ്ങനെയാണ് കേട്ടോ. അത് 18 വയസ്സായാലാണ് നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. അത് ഒന്നുമില്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ കുട്ടിയുടെ മാരേജിനെന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു സ്കീമിന് അങ്ങനെയാണ് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ അത് തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാലോ, എല്ലാതും നമുക്ക് തുടങ്ങി വയ്ക്കാൻ നല്ല എളുപ്പമാണ്, പക്ഷേ അത് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാനാണ് കേട്ടോ പാട്. അപ്പോൾ അത് എങ്ങനെ പോകുമെന്നുള്ളതൊന്നും അറിയില്ല. നമ്മളെന്തായാലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാങ്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു കേരളമാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷേക്കായിരുന്നു, പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സാൻഡ്വിച്ചായിരുന്നു കേട്ടോ. കണ്ണേട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു ചായ മാത്രം, ചായ അല്ല കേസ്, കോഫി മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കണ്ണേട്ടന് ഇന്ന് വടംവലി ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ണേട്ടനൊന്നും കഴിക്കില്ല കേസ്, ഇന്ന് ഫുള്ള് ഡയറ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ പീലിക്കുട്ടിയും കൂടെ അങ്ങനെ സാൻഡ്വിച്ചും പിന്നെന്താ ഷേക്കൊക്കെ അങ്ങനെ കഴിച്ചു കേട്ടോ. പീലിക്കുട്ടി പിന്നെ കുറച്ചായിട്ടാ കഴിച്ചുള്ളൂ, അവൾക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ഐസ്ക്രീം ഉണ്ടാവുമല്ലോ ഷേക്കിൽ, അത് കഴിക്കാനായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കതിങ്ങനെ കൊടുക്കാനും പേടി, തൊണ്ടവേദന ചുമയൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കഴിയുന്നതും സാൻഡ്വിച്ചുമ്പോൾ തന്നെ ഇങ്ങനെ ഇരുത്താൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ പീലിക്കുട്ടീനെയും മടിയിൽ വെച്ചിട്ട് കഴിക്കാൻ കേട്ടോ. പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മടിയിൽ നിന്ന് നീറ്റ് പോകുന്നുണ്ടായിരുന്നില്ല. കണ്ണേട്ടൻ വിളിച്ചിട്ട് പോണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കണ്ണേട്ടൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു കോഫി മാത്രമല്ലേ ഉള്ളൂ, എൻ്റെ അടുത്താണല്ലോ ഷേക്കും സാൻഡ്വിച്ചൊക്കെ. അപ്പോൾ അവൾക്കിത് കാണുമ്പോൾ ഇവിടെ ഇരിക്കണം, എൻ്റെ അടുത്ത് ഇരുന്ന് കഴിക്കണം എന്നുള്ളൊരിതാണ്. പക്ഷേ ഞാൻ അധികമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഷേക്കൊന്നും. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതായിരുന്നു കേട്ടോ നമ്മൾ. ഇനിയിപ്പോൾ വീട്ടിൽ പോയി ചോറ് കഴിക്കണമല്ലോ, ഞാൻ രാവിലെ ചോറും കറികളൊക്കെ സെറ്റാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അത് മൊത്തം ബാക്കിയായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കയറുന്ന ഇറങ്ങിയിട്ട് നേരെ കണ്ണേട്ടന് വെയിറ്റ് നോക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സന്തോഷേട്ടൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വെയിറ്റൊക്കെ നോക്കി, വെയിറ്റ് ഇനിയും കുറയണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെയും കൂടെ നോക്കാമെന്ന്. ഇതിൽ നോക്കിയാൽ കറക്റ്റ് ആയിരിക്കും എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പീലിക്കുട്ടീനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പീലിക്കുട്ടി നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നോക്കിയതിൻ്റെക്കാളും ഡിഫറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഗ്രാംസ് 56,800 55 അപ്പോൾ അങ്ങനെ വെയിറ്റൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഇടുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെയും ബൈ.